Hello everyone. I hope you all are doing great. എനിക്കിത് ആരൊക്കെ കാണുമെന്നോ കാണില്ല എന്ന് എനിക്കൊന്നും അറിയില്ല. ഈ വീഡിയോൻ്റെ പർപ്പസ് എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഐ എം ജസ്റ്റ് എന്താ പറയുക, ജസ്റ്റ് ഡൂയിങ് സംതിങ് വിച്ച് ഐ ഡോണ്ട് നോ. അതാണ് മെയിൻ പരിപാടി. ഇപ്പോൾ സമയം ഏകദേശം രാത്രി 2:30 മണിയായിട്ടുണ്ട്. മോർണിംഗ്, രാത്രി മോർണിംഗ് 2:30. ഞാൻ ഉച്ചക്ക് കിടന്ന് കുറേ ഉറങ്ങി. അത് കാരണമാണ് ഇപ്പോൾ ഉറങ്ങാൻ പറ്റാത്തത്. അപ്പോൾ രാത്രി ഇങ്ങനെ ചുമ്മാ ഇൻസ്റ്റാഗ്രാമിൽ തോണ്ടിക്ക് സമയം കളയാനായിട്ട് എനിക്ക് താല്പര്യമില്ലാത്ത കാരണം ഞാൻ ചുമ്മാ ഒരു ബുക്കൊക്കെ വായിച്ച് ഇങ്ങനെ ഇരിക്കണമായിരുന്നു. കുറച്ച് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കണമായിരുന്നു. ആ ബുക്ക് വായിച്ച് കഴിഞ്ഞപ്പോൾ പാട്ട് കേൾക്കാൻ തോന്നി. അപ്പോൾ പാട്ട് കേട്ട് ഇങ്ങനെ ഇരിക്കണമായിരുന്നു. അപ്പോൾ പാട്ട് കേട്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മുടെ റോബർട്ട് മൈൽസിൻ്റെ ചിൽഡ്രൻ എന്നുള്ള ട്രാക്ക് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ട്രാക്കാണ്. അപ്പോൾ ആ ട്രാക്ക് പ്ലേ ആയി. അപ്പോൾ ട്രാക്ക് പ്ലേ ആയി, അതിൻ്റെ പിയാനോ വേർഷനാണ് പ്ലേ ആയത്. ഞാൻ സ്പോട്ടിഫൈയിൽ ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ റാൻഡംലി അത് ലൂപ്പിൽ എവിടെ എങ്ങനെയോ പ്ലേ ആയത്. ഞാൻ ഒന്നാമത്തെ കാര്യം ഈ 2:30 മണി രാത്രി സമയത്ത് ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ വളരെ ഫ്രീ ആയിട്ട് ഒരു തോട്ട് പ്രോസസ്സും ഇല്ലാണ്ട് ചുമ്മാ ഇരിക്കണത്. അങ്ങനത്തെ സമയം വളരെ കുറവാണ്. അങ്ങനെ ഇരിക്കണ ഒരു സമയം വളരെ കുറവാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ആ ട്രാക്ക് ഇങ്ങനെ കേട്ടപ്പോഴേക്കും ഉള്ളിൽ കുറേ മെമ്മറീസ് ഇങ്ങനെ ഫ്ലഡായി. ആ ട്രാക്ക് കേട്ടിട്ടുള്ളവർക്ക് എനിക്കറിയാൻ തോന്നണം. ആ ട്രാക്ക് ഭയങ്കര ഒരു ഡിഫറെൻ്റ് വൈബുള്ളൊരു ഒരു ട്രാക്കാണത്. അതെങ്ങനെ പറഞ്ഞറിയിക്കണമെന്നൊന്നും എനിക്കറിയില്ല. അതൊരു വേറെ വൈബിലുള്ളൊരു ട്രാക്കാണത്. അത് ഭയങ്കര നൊസ്റ്റാൾജിക്കാണത്. ഭയങ്കര സോൾഫുൾ ആയിട്ടുള്ളൊരു ട്രാക്കാണ്. ഞാൻ ഇതുവരെ അതിൻ്റെ അത്രയും സോൾഫുൾ ആയിട്ടുള്ളൊരു ട്രാക്ക് കേട്ടിട്ടുണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പോലും സംശയമാണ്. കാരണം അത്രയും ഭയങ്കര സോൾഫുൾ ആയിട്ടുള്ളൊരു ട്രാക്കാണ് ചിൽഡ്രൻസ് എന്ന് പറയണത്. അപ്പോൾ ഇനി എന്താ പറയുക, ഇതിങ്ങനെ മൈൻഡിലേക്ക് പെട്ടെന്ന് അങ്ങോട്ട് വന്നപ്പോഴേക്കും കുറേ മെമ്മറീസ് അതിനനുസരിച്ച് ഫ്ലഡിങ് ചെയ്തു. അപ്പോൾ ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ കലൂർ തന്നെയാണ്, എറണാകുളത്ത് കലൂരാണ്. ഞാൻ ജനിച്ചപ്പോഴും വളർന്നപ്പോഴും ഒക്കെ അവിടെ തന്നെ. എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷവും അതിൻ്റെ ഒപ്പം തന്നെ സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ചേഞ്ചസ് എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ കൂടിയാണ് ഈ കലൂരിനുണ്ടായത്, അതുപോലെ തന്നെ എറണാകുളത്തിനുണ്ടായത്. അപ്പോൾ ഞാനിപ്പോൾ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കലൂരിൻ്റെ അല്ലെങ്കിൽ എറണാകുളത്തിൻ്റെ ഒരു 2000 തൊട്ട് 2005 വരെ, അല്ലെങ്കിൽ ഒരു 6, അല്ലെങ്കിൽ ഒരു 2000 മേബി 2012 2050 വരെ, ഒരു 15 വർഷത്തെ ഒരു കാലയളവ് എന്ന് പറയുന്നതാണ് എൻ്റെ ചൈൽഡ്ഹുഡ് എന്ന് പറയണത്. അത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വലുതായി. അപ്പോൾ 2000 തൊട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഏർലിയസ്റ്റ് മെമ്മറി ഓഫ് ഏർലിയസ്റ്റ് മെമ്മറി ഓഫ് കലൂർ എന്ന് പറയുകയാണെങ്കിൽ, എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ഇതെനിക്ക് ഔട്ട് ഓഫ് ഫോക്കസ് ആവണമെന്ന് തോന്നുന്നു, അറിയില്ല. കളറൊക്കെ പോയി. ഇവിടെ കത്തിച്ചേക്കണ കളറല്ല അവിടെ വന്നത്. എനിവേ, അപ്പോൾ ആദ്യത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ്, എൻ്റെ വീട് അശോക റോഡിലാണ്. അപ്പം മാതൃഭൂമിയുടെ സൈഡിലത്തെ വഴിയാണ് അശോക റോഡ്. അപ്പോൾ ഈ അശോക റോഡിൻ്റെ ഓപ്പോസിറ്റ്, നേരെ ഓപ്പോസിറ്റ് ബിൽഡിംഗ് ഉണ്ട്. എനിക്ക് തോന്നുന്നു പാവക്കുളം ബിൽഡിംഗ് എന്നാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര്. പാവക്കുളത്തുകാരുടെ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നത്. അപ്പോൾ പാവക്കുളം ബിൽഡിങ്ങിൽ പണ്ട് എനിക്ക് എൻ്റെ ഏർലിയസ്റ്റ് മെമ്മറി കലൂരിൻ്റെ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ഏർലിയസ്റ്റ് മെമ്മറി ഇപ്പോൾ ഓർത്തെടുക്കാൻ പറ്റും. ഇപ്പം എനിക്ക് 28 വയസ്സായി. എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു മെമ്മറി എന്ന് പറയുന്ന ഒരു സാധനം തന്നെ അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഞാൻ പറഞ്ഞ ഈ പാവക്കുളം ബിൽഡിങ്ങിൻ്റെ
ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റോ ഒരു ഒരു ഷോപ്പിംഗ് മോൾ എന്ന് പറയാൻ പറ്റില്ല, ഒരു സൂപ്പർ മാർക്കറ്റോ സംതിങ് ആയിരുന്നു അത്. പക്ഷെ അവിടെ എന്ത് ഭംഗിയായിരുന്നു അറിയോ ആ സമയത്ത് ആ സൂപ്പർ മാർക്കറ്റ് കാണാനായിട്ട്. അതായത് എനിക്ക് എന്താണെന്നറിയില്ല, ആ മെമ്മറീസ് എൻ്റെ തലക്കകത്ത് നിൽക്കണോണ്ടാണെന്നറിയില്ല, എനിക്ക് ഇപ്പോഴും സൂപ്പർ മാർക്കറ്റിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല നല്ല ഭംഗിയുള്ള അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്ന സൂപ്പർ മാർക്കറ്റിൽ കയറാൻ എനിക്ക് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. സോ അത് എന്താണെന്നൊന്നും എനിക്കറിയില്ല. അവിടെ ചെന്നപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അവിടെ നിന്ന് ഞാൻ മേടിച്ചത് ഒരു വെള്ള കുതിരയാണ്. ഒരു വെള്ളക്കുതിര. ഞാൻ വേറെ എന്തോ മേടിക്കാൻ വേണ്ടിയാണ് അവിടെ എന്തോ കണ്ടു ഞാൻ. അവിടെ എന്തോ കണ്ടപ്പോൾ അത് മേടിച്ചു തരുമെന്ന് വെച്ചപ്പോൾ എനിക്ക് വീട്ടുകാരത് മേടിച്ചു തന്നില്ല. പക്ഷെ ഒരു വെള്ളക്കുതിര മേടിച്ചു തന്നായിരുന്നു എനിക്ക്. ഞാൻ ആ വെള്ളക്കുതിരേനെ പിന്നെ തല്ലി പൊട്ടിച്ച് അതിനകത്തുണ്ടെന്ന എന്തോ കിലിങ്ങണം മണിയൊക്കെ ആ സാധനമൊക്കെ എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് നിന്ന്. അപ്പോൾ ഈ വെള്ളക്കുതിര ഭയങ്കര വിവിഡായിട്ട് തന്നെ ഓർത്തിരിക്കണം. പിന്നെ അതിൻ്റെ അകത്ത് കയറിയപ്പോൾ ആ സ്ഥലം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു ഒരു വലിയ വാളിൻ്റെ സൈഡിൽ മൊത്തം ബാർബി, നിറച്ച് ബാർബി ഡോളും ആ വലിയ ഒരു പില്ലറുണ്ട്. ആ പില്ലറിൻ്റെ അവിടെ ബാർബിയുടെ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് മറ്റേ കമ്മോൺ ബാബി ലെറ്റ്സ് ഗോ പാടി ആ പാട്ടില്ലേ അക്വാഡ, ആ പാട്ടൊക്കെ ഭയങ്കര കത്തിന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടായിരുന്നു അത്. ഞാൻ LKG ആ പാട്ടും വെച്ച് ഡാൻസ് കളിച്ച്. അപ്പോൾ ആ പാട്ട് ആ സ്ഥലം എനിക്ക് ഭയങ്കര വിവിഡായിട്ട് തന്നെ ഓർമ്മയുണ്ട്. പിന്നെ അവിടെ നിന്ന് ആ സ്ഥലം അതാണ് എൻ്റെ ആദ്യത്തെ ഓർമ്മ എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്ന അതാണ്. പിന്നെ ഇതുപോലെ തന്നെ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഓർമ്മകൾ ഇതുപോലെ തന്നെ അന്ന് ഈ പറഞ്ഞ പോലെ കലൂരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കുണ്ട്, പക്ഷെ ഭയങ്കര തിരക്കൊന്നുമില്ല. ഈ കലൂരിൻ്റെ ഇപ്പുറത്ത് മാതൃഭൂമി എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോപ്പ് കലൂർ കഴിഞ്ഞാൽ മാതൃഭൂമി കഴിഞ്ഞാൽ ദേശാഭിമാനി, അത് കഴിഞ്ഞ സ്റ്റേഡിയം, അങ്ങനെയാണ് ഈ സ്ഥലം ഇരിക്കണത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പത്രങ്ങളുടെ പേരാണ് ഈ 2 സ്ഥലത്തിനും ഇരിക്കണത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. എനിക്ക് തോന്നുന്നില്ല വേറെ ഒരു സ്ഥലത്തും ഇങ്ങനത്തെ 2 പത്രങ്ങളുടെ പേരിലുള്ള 2 സ്റ്റോപ്പുകൾ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ നോവേനപ്പള്ളി അതിൻ്റെ അപ്പുറത്ത്, ആ മാധുരിയുടെ അപ്പുറത്താണ് നോവേനപ്പള്ളി, നമ്മുടെ സെൻറ്റ് ആൻ്റണീസ് ചർച്ച് കലൂർ. ഞങ്ങൾ നോവേനപ്പള്ളി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നോവേനപ്പള്ളിയിൽ ചെറുപ്പത്തിൽ വീട്ടുകാരൊക്കെ കൊണ്ടുപോയിരുന്നു. പിന്നെ ഇവിടെ പാട്ടൂരക്കൽ അമ്പലം, പിന്നെ ACS ഞാൻ പഠിച്ചത്, ആനന്ദ് ACS അമ്പലം. ആ അമ്പലങ്ങളൊക്കെ പണ്ട് ഭയങ്കര ഭംഗിയായിരുന്നു ആ അമ്പലം. ഇപ്പം എന്താ കാണാനായിട്ട് ഭംഗിയുള്ളതാക്കി, പക്ഷെ എസ്തെറ്റിക്കലി പഴയ ആ പാട്ടൂരക്കൽ അമ്പലം എന്ന് പറയണത് എന്ത് ഭംഗിയായിരുന്നു പറയുക കാണാനായിട്ട്. അമ്പലത്തിൻ്റെ ഈ ഭയങ്കര രസമായിരുന്നു ആ അമ്പലം കാണാൻ. ഒരുപാട് പറമ്പും ഒരുപാട് മരങ്ങളും ഒരു വലിയൊരു എന്താ പറയുക കൽവിളക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു അമ്പലമായിരുന്നു അത്. അതിൻ്റെ പുറത്ത് 2 വലിയ ആലുണ്ട്, വലിയ 2 ആലുണ്ട്. ആ അമ്പലത്തിലാണ് ഞാൻ പാട്ട് പഠിച്ചത്. പിന്നെ ഇതുപോലെ തന്നെ റെഡ് ബസ്സായിരുന്നു അന്നത്തെ മെയിനായിട്ട്, റെഡ് കളർ ബസ്. പിന്നെ കലൂര് ഇപ്പോഴത്തെ സേവന മെഡിക്കൽസ് ഇരിക്കുന്ന സമയത്ത് കലൂര് ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിൽ സേവന മെഡിക്കൽസ് ഉണ്ട്. ആ സേവന മെഡിക്കൽസ് ഇരിക്കണതിൻ്റെ താഴത്തെ ഫ്ലോറിൽ ഇത് ലേറ്റ് അറൗണ്ട് 2010, 2011, 12 ആ ഒരു റേഞ്ചിലാണ്. ആ ഒരു സമയത്ത് ഞാനിതൊന്നും പ്ലാൻ ചെയ്ത് ചെയ്യണമല്ല, അപ്പം എൻ്റെ തലയെ തോന്നണതാണ് ഞാൻ ഈ പറയണത്. അപ്പോൾ ആ സമയത്ത് ഒരു കിടിലൻ ഇതുപോലെ തന്നെ ഒരു ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള, ആ കാലത്ത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു
ഇതുണ്ടായിരുന്നു അവിടെ. എന്തായിരുന്നു, ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഇതിപ്പോൾ കേൾക്കുമ്പോൾ പറയും ഇവനെന്താ സൂപ്പർ മാർക്കറ്റ്. പക്ഷെ അത് എന്താ ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കാലഘട്ടം 2011-12 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു ഞാൻ ഈ സൂപ്പർ മാർക്കറ്റ് കാണുന്നത്. ആ കാലഘട്ടത്തിൽ ഈ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ ഈ ഇവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, ഉള്ള സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് ആ സൂപ്പർ മാർക്കറ്റിൻ്റെ അത്രയും അടിപൊളിയായിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഞാൻ പോകാത്തതുകൊണ്ടായിരിക്കും അത്ര നല്ല സൂപ്പർ മാർക്കറ്റ് ഇവിടെ ഉണ്ടായിരിക്കാം. പക്ഷെ ആ സമയത്ത് ഞാൻ കണ്ടിട്ടില്ല അതിനെക്കാട്ടി വലിയ ഒരു സൂപ്പർ മാർക്കറ്റ്. ആ സൂപ്പർ മാർക്കറ്റിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സ്കേറ്റിംഗ് ബോർഡ്, 2010 ആലോചിക്കുന്നത്. 2010 ഒരു സ്കേറ്റിംഗ് ബോർഡ് ഇരിക്കുന്ന സൂപ്പർ മാർക്കറ്റ് ഞാൻ കണ്ട്. ഒരു സ്കേറ്റിംഗ് ബോർഡ് ഇരിക്കുന്ന സൂപ്പർ മാർക്കറ്റ്. സ്കേറ്റിംഗ് ബോർഡ് ഉണ്ട്, പിന്നെ മറ്റേ പുഷ് ചെയ്ത് ഓടിക്കുന്ന സ്കൂട്ടറില്ലേ പിള്ളേരുടെ, ആ സാധനമുണ്ട്. പിന്നെ അങ്ങനത്തെ കുറേ നമ്മ കാർട്ടൂണിലും അല്ലെങ്കിൽ ടി വിയിൽ ആക്ഷനിലൊക്കെ മാത്രം കണ്ടുവരുന്ന സാധനങ്ങളൊക്കെ, അല്ലെങ്കിൽ ഈ കാർട്ടൂൺ നെറ്റ്വർക്കിലും പോകോലൊക്കെ കാണുന്ന സാധനങ്ങളൊക്കെ നമ്മൾക്കൊക്കെ അന്ന് ഇവിടെ ആ സാധനമൊന്നും ഒട്ടും കണ്ട് കിട്ടാൻ പോലും ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് സിമ്പിളായിട്ട് എന്ത് സാധനമാണെങ്കിലും, ഹോട്ട് വീൽസിൻ്റെ കാറ്, ബേബ്ലേഡ്, യോയോ, അതുപോലെ തന്നെ സ്കേറ്റിംഗ് ബോർഡ്, പിന്നെ അതുപോലെ തന്നെ ഈ തള്ളി നീക്കുന്ന സ്കൂട്ടർ, ഇതുപോലത്തെ പല സാധനങ്ങളും നമുക്കിപ്പോൾ ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും. ഇല്ലെങ്കിൽ ഇതിൻ്റേതായിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റോഴ്സ് ഉണ്ട്. ഡെക്കാത്തലോൺ പോലത്തെ സ്റ്റോഴ്സ് ഉണ്ട്. ടോയ്സിനാണെങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് വേറൊരു രാജ്യത്തു നിന്നുള്ള സാധനം ഷിപ്പ് ചെയ്ത് ഇവിടെ വരുത്താൻ പറ്റും. അന്ന് ഇൻ്റർനെറ്റും പരിപാടിയൊന്നും ഇല്ല. അന്ന് ഇൻ്റർനെറ്റും ഇല്ല, ഒരു തേങ്ങയില്ല. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കാർഡില്ലേ, മറ്റേ നമുക്കിങ്ങനെ ഒരു കാർഡ് കിട്ടും. ആ കാർഡ് ഉരച്ചിട്ട് വേണം നമ്മളിങ്ങനെ കൂപ്പൺ ടോപ്പപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു മാസത്തേക്കൊക്കെ ഇൻ്റർനെറ്റ് അപ്പോൾ ആരും യൂസ് ചെയ്യില്ല. വെറുതെ ഈ ഫോണിൻ്റെ അറ്റത്തൊരു ഐൻ്റെ ഒരു ഐക്കൺ ഉണ്ടാവും. ഐ എന്നും പറയുന്നത് ഇങ്ങനെ ഒരു വട്ടം മഞ്ഞ അല്ലെങ്കിൽ ഒരു ഗ്ലോബിൻ്റെ ചിഹ്നമുള്ള ഒരു ഐക്കൺ ഉണ്ടാവും ഈ സീറോൻ്റെ അപ്പുറത്തായിട്ട്. അപ്പം ഈ ഐക്കൺ ഞെക്കി കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് ഓണാവും. പക്ഷെ ആർക്കും ഇത് എന്താണെന്ന് അറിയില്ല. അതിൽ കയറി കഴിഞ്ഞാൽ പൈസ പോകുമെന്ന് മാത്രം അറിയാം വെറുതെ. അപ്പം നമ്മുടെ അന്നത്തെ ഫോണിൻ്റെ പ്രൈമറി ഉപയോഗം എന്ന് പറഞ്ഞാൽ കോള് വിളിക്കുക, പിന്നെ പാട്ട് കേൾക്കുക, പിന്നെ 3GB സോങ്സ് അത് നമുക്ക് കേൾക്കാൻ പറ്റും. ഇപ്പം അതൊക്കെ ഉള്ളൂ. അല്ലാണ്ട് ഡൗൺലോഡിങ് പരിപാടിയൊക്കെ നമുക്ക് ആ സമയത്തൊന്നും ആയിട്ടില്ല. പിന്നെ ഡൗൺലോഡ് ചെയ്യണ പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അത്രയും എഫിഷ്യൻ്റായിട്ടൊന്നും ആരും ഒന്നും ചെയ്തു തുടങ്ങിയിട്ടില്ല 2008 ആ സമയത്തൊക്കെ. അപ്പം ഈ ആകെ കിട്ടണ 60 MB ആണ്. 60 MB കൊണ്ട് ഒരു മാസമാണ് നിൽക്കണം. 60 MB കേട്ടാ. ഇവിടെ ഇപ്പോൾ ഒരു മിനിറ്റ് നമ്മൾ യൂസ് ചെയ്യണ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണെന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പം 60 MB എന്ന് പറയുമ്പോൾ എന്തോരം ആയിരിക്കും എന്നുള്ളത് ഒന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അപ്പം അതുകൊണ്ടായിരിക്കും നമ്മൾ ഒരു മാസം ഒക്കെ ചെയ്യണത്. ചുമ്മാ ഫേസ്ബുക്കിലൊക്കെ, അന്ന് ഫേസ്ബുക്കൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഒരു സ്ഥലമുള്ളത് ഇവിടെ എന്തൊരു ചേഞ്ചസ് എന്നുള്ളതാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. കലൂര് ഒരുപാട് കാര്യങ്ങൾ, പിന്നെ ഇവിടെയൊക്കെ ഒരുപാട്. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഇവിടുത്തെ പല കടകളും ഇപ്പോഴും ഉണ്ട്. ആക്ച്വലി ഇവിടുത്തെ പല കടകൾ ഇപ്പോഴും വളരെ ആക്റ്റീവായിട്ട് തന്നെ മൂവ് ചെയ്യുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ രാമദാസ് ഹോട്ടൽ, പിന്നെ വിയന്ന ബേക്കറി ഒക്കെ, പിന്നെ ഒരു ശങ്കരചേട്ടൻ്റെ കടയെന്ന് പറഞ്ഞൊരു കടയുണ്ടായിരുന്നു നമ്മുടെ കലൂര് മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റ്. കലൂർ മാർക്കറ്റും അവിടുത്തെ കടകളെല്ലാം ഇപ്പോഴും അവരൊക്കെ തന്നെയാണ് ചെയ്യണത്. ഈ കലൂര് മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റ് ശങ്കരചേട്ടൻ്റെ കട എന്ന് പറഞ്ഞൊരു കടയുണ്ട്. ശങ്കരൻ എന്ന് പറഞ്ഞ പുള്ളിയായിരുന്ന കടയിൽ ഉണ്ടായിരുന്നത്, പുള്ളിയുടെ കടയാണ്. പിന്നെ അത് പൊളിച്ചിപ്പോൾ അവരുടെ മക്കൾ നോക്കി നടത്തണം. പിന്നെ വിയന്ന ബേക്കറി എന്ന് പറഞ്ഞാൽ കുമാരൻ ചേട്ടൻ്റെ കടയാണ്. ഞങ്ങൾ കുമാരൻ ചേട്ടൻ്റെ കടയെന്ന് പറയണത്. അപ്പോൾ അതുണ്ട്. പിന്നെ എന്താ, ഇങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. 14 മിനിറ്റ് ഇത്രയും സംസാരിച്ചു വന്നപ്പോൾ. അപ്പം
എനിക്ക് തോന്നുന്നു ഇവിടെ വെച്ച് നിർത്താമെന്ന് തോന്നുന്നു. ചുമ്മാ എടുത്തു നോക്കിയതാ. ചുമ്മാ ഇതിപ്പോൾ ഞാൻ മിക്കവാറും യൂട്യൂബിൽ ഒരു ചുമ്മാ അപ്ലോഡ് ചെയ്യും. ഞാൻ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ നിന്ന് കയറിയിട്ട് ചുമ്മാ ഞാൻ അപ്ലോഡ് ചെയ്യും. ഇത് റാൻഡംലി ആർക്കെങ്കിലും ഒക്കെ കാണാൻ പറ്റുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ചുമ്മാ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. നമ്മൾ റാൻഡംലി യൂട്യൂബിൽ വന്ന കുറച്ച് വീഡിയോസ് ഉണ്ട്. നമുക്ക് വലിയ വ്യൂസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അത് നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ടതായിട്ടുള്ള ഒരു യൂട്യൂബിലെ വീഡിയോസുകളായിരിക്കും. ചുമ്മാ എന്താ മനസ്സിൽ ഭയങ്കര സന്തോഷം തന്നെ ഒരു വീഡിയോസ് വല്ലതൊക്കെ ആയിരിക്കും. അപ്പം എനിക്ക് അതുപോലെ ഒന്നും അങ്ങനെ ആവുമെന്നൊന്നുമല്ല. ആർക്കെങ്കിലും ആയിക്കഴിഞ്ഞാൽ നന്നാവട്ടെ. ചിലപ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് നാളായിട്ട് എന്താ പറയുക മാറി നിൽക്കുന്ന ഒരാളായിരിക്കും, ചിലപ്പോൾ ഇവിടെ താമസിച്ച ഒരാളായിരിക്കും. അപ്പം ഇത് ചിലപ്പോൾ കേൾക്കുമ്പോഴേക്കും അയാൾക്ക് ആ ഓർമ്മകളൊക്കെ വന്ന് ചിലപ്പോൾ സന്തോഷമാവട്ടെ എന്നൊക്കെ വിചാരിക്കണം. ചുമ്മാ സംഭവിക്കാതിരിക്കാം, ഹൂ നോസ്. അപ്പോൾ ഇതുപോലത്തെ ഇതിൻ്റെ പുറകെ ഞാൻ വേറൊരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.